ഏതൊരു ഗാഡ്ജറ്റ് ആയാലും, വണ്ടി ആയാലും, വള്ളമായാലും, ഫോണായാലും, നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കില്ലേ? ഇപ്പോൾ കത്തിയാണെങ്കിലും കറി അരിയാനും ഉപയോഗിക്കാം, അല്ലവൻ്റെ പള്ളക്ക് കയറ്റാനും ഉപയോഗിക്കാം, അല്ലേ? പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പം ഈ മൊബൈൽ ഫോൺ എന്നുള്ള വസ്തു എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മോശമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ മോശമായി ബാധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്നറിയാം? ഫോക്കസ് ആണ്. ഇഫ് യു ഡോണ്ട് ഫോക്കസ്, യു ഡോണ്ട് അഡ്വാൻസ്. ഫോക്കസ് ചെയ്യാതെ ആരും തന്നെ ഒന്നും നേടിയിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹൈറ്റിലേക്ക് പോകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് പുവർ സ്റ്റുഡൻസ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രണയം വരുമെന്നിരിക്കട്ടെ, സപ്പോസ്, ഇപ്പോഴല്ല ഭാവിയിൽ. സ്വാഭാവികമായിട്ട് അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കുറേ സമയവും എനർജിയും ഒക്കെ അതിനകത്തോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാൻ പറ്റത്തില്ല, മാത്സ് പഠിക്കാൻ പറ്റത്തില്ല. അത് മാത്സ് പഠിക്കുമ്പോൾ അത് കയറി വരും. തമ്മിൽ 2 ട്രെയിൻ ഒരു ട്രാക്കിൽ ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂട്ടിയിടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നല്ല സിഗ്നലിംഗ് സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് പ്രണയമാണ്, ഇത് പഠനമാണ്, ഇത് ആഹാരമാണ്, ഇത് അച്ഛനാണ്, ഇത് അമ്മയാണ് എന്നൊക്കെയുള്ള വകതിരിവും തിരിച്ചറിവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോകാം. പക്ഷെ ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും, നമ്മുടെ സമയം മുഴുവൻ അത് അപഹരിക്കും. അതുകൊണ്ട് ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ യു ക്യാൻ അഡ്വാൻസ്. അപ്പോൾ മൊബൈൽ ഫോൺ ഫോക്കസിന് തടസ്സമായി വരികയാണെന്നുണ്ടെങ്കിൽ, പുരയ്ക്ക് മീതെ ചായുന്നത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടണം.